വാങ്ങിക്കാനായിട്ട് എല്ലാ ടൈപ്പ് ചെടികളും ഇവിടെ ഉണ്ട്. പിന്നെ കിലോയ്ക്ക് 1000 രൂപ കൂടുതൽ വിലയുള്ള മാവിന്റെ തൈ വരെ ഉണ്ട്. വിത്തുകൾ എല്ലാ ടൈപ്പ് വിത്തുകളും ഉണ്ട്. എല്ലാം ഇഷ്ടപ്പെട്ടു. എല്ലാം അവര് വെറൈറ്റി ഐറ്റംസ് കൊണ്ട് ഈ ഫ്ലവർ ഇങ്ങനെ ഒഴുകി വരുന്നതിന്റെ കൂട്ട് തന്നെ ഈ സാധനം ചെയ്തേക്കുന്നത്. സമയത്തൊക്കെ ഇവിടെ വന്നിട്ട് ഇതുപോലുള്ള വിനോദങ്ങളിലൊക്കെ ഇങ്ങനെ പങ്കെടുക്കാം. കൂടുതൽ വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. അടിപൊളി ഷോ. ഈ ജീവനുള്ള പൂവ് എല്ലാ സാധനങ്ങളും. നമസ്കാരം. നമ്മള് പത്തനംതിട്ടയിലാണ് ഫ്ലവർ ഷോ കാണാൻ വന്നതാ. ഫ്ലവർ ഷോ എന്ന് പറഞ്ഞാൽ വെടിച്ചില് സംഭവങ്ങളാണ്. റീൽസ് ഇടാനും ഫോട്ടോ ഇടാനും ഒക്കെ അടിപൊളിയാണ്. മാത്രമല്ല ഈ ചൂട് കാലത്ത് AC ആണ്, തണുപ്പാണ്. നമുക്കൊന്ന് കേറി കാണാം. മറ്റേ ഫ്ലവർ ഷോ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ പൂക്കളല്ലേ? ഒറിജിനൽ പൂക്കൾ എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപയുടെ ഫ്ലവർ ആണ്. നമുക്ക് നേരിട്ട് കാണാം. അറേഞ്ച് ചെയ്ത് വെച്ചേക്കാം. തന്നെ വെറുതെ പറയുന്നതല്ല. ഇത് കണ്ടോ, ഇതെല്ലാം ഒറിജിനൽ ഫ്ലവറുകളാണ്. ഓരോ ആൾക്കാർക്കും വന്നിട്ട് ഫോട്ടോയും വീഡിയോയും റീൽസും അടിപൊളിയായിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതൊക്കെ നല്ല വെടിക്കെട്ടായിട്ട് തന്നെ കെട്ടി. ഇത് കണ്ടോ, ഇതൊക്കെ ഒറിജിനൽ. അത് കണ്ടോ, അത് വളരെ നന്നായിട്ടാണ് നോക്കിയേക്കുന്നത്. അങ്ങോട്ടുണ്ട് പല ഷേപ്പ് ഡിസൈന്. അതിനൊക്കെ ഇനിയിപ്പോ ഒരു 10 റീൽസിനുള്ള സാധനം ഇവിടെ തന്നെ ഉണ്ട്. ഇതൊക്കെ ഒരു ഡിസൈനാണ്, ഫുൾ ഡിസൈൻ. ഓരോന്നും കൊണ്ട് നമുക്ക് എല്ലാം കാണിക്കണ്ട, അവര് നേരിട്ട് വന്ന് കണ്ടോട്ടെ. ശരിക്കും ഈ വെക്കേഷനിൽ കുട്ടികൾക്ക് കാണാൻ പറ്റിയ അടിപൊളി സംഭവങ്ങളാണ്. ഇനി അകത്തോട്ടുള്ള കാഴ്ചകൾ വേറെ ഉണ്ട്. കൂടാതെ നമുക്ക് ആദ്യം ഇതെല്ലാം കാണാം. വള്ളം അവിടെ ഉണ്ട്. കൂടാതെ ഇതുണ്ടോ, ഇവിടെ എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് തന്നെ ഇതേപോലെ തന്നെ നമ്മുടെ ഇനിയിപ്പോ മെയിൻ ആയിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ശരിക്കും ഗാർഡൻ ചെയ്യുന്നവർക്ക് ഈ ഡിസൈൻ ഒക്കെ എടുത്ത് ഗാർഡൻ ചെയ്യാൻ പറ്റും. അത്ര ഗംഭീരമായിട്ട്. അതായത് നോക്ക്, പൂക്കളും ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ധൈര്യമായിട്ട് വരാം. നല്ല സൂപ്പറാണ്. ഓരോ ഭാഗങ്ങളും എടുക്കാൻ പറ്റുന്നത് നല്ല ഗംഭീരം, നല്ല ഇതായിട്ട് നിൽക്കുവാണ്. വള്ളത്തിന്റെ അടിപൊളിയാണ്. ഇത് കണ്ടോ, വള്ളത്തിന്റെ തന്നെ കാണാനായിട്ട്. ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ ഫോട്ടോ ഒക്കെ എടുക്കാം. ഇവിടെ നിന്ന് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കാൻ പറ്റും. വരുന്നവരെല്ലാം അങ്ങനെ തന്നെ ഫോട്ടോ എടുത്താ പോകുന്നത്. അടിപൊളിയാണ്. ഇതുപോലെ കുറെ സാധനങ്ങൾ ഇത് കണ്ടോ, ഇതിന്റെ പല വെറൈറ്റി ആയിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ശരിക്കും ഇവര് ഈ ഒരു വെള്ളമില്ലാത്ത സമയത്ത് ഇത്രയും ചെടികളെ കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെറിയ പണിയല്ല. അടിപൊളി. ഇത് നമ്മൾ മറ്റേ കദളിപ്പൂ അല്ലേ? ഇത് കണ്ടോ, ഇത് കലംപൊട്ടി എന്നൊക്കെ പറയും. വേറെ പേരുള്ള സാധനമാണ്. പക്ഷെ ഇവിടെ നടന്നു പോകുമ്പോ തന്നെ വെറുതെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ റീൽസ് എടുത്താൽ തന്നെ അടിപൊളിയാണ്. നല്ല രസമാണ്. അവര് വളരെ ഈ ഒരു ഫ്ലവർ ഷോ എന്ന് പറയുന്ന വളരെ സൂപ്പർ ആയിട്ട് ഞാൻ അടിപൊളി ഒരു സാധനം ഞാൻ കാണാം. ഇത് കണ്ടോ, പിന്നെ ഇങ്ങോട്ട് നോക്കിയാൽ അടിപൊളിയാണ്. ഇവിടെ 2 സൈഡ് നമ്മൾ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് കാണിക്കുന്നത്. ഇത് കണ്ടോ, ഇതിനകത്തോട്ട് നിന്ന് ഇങ്ങനെ ഇത് ശരിക്കും ഈ ഫ്ലവർ ഇങ്ങനെ ഒഴുകി വരുന്നതിന്റെ കൂട്ട് തന്നെ ഈ സാധനം ചെയ്തേക്കുന്നത്. ഒരു പാത്രത്തിൽ നിന്ന് വെള്ളം ഒഴുകുന്നതിനോട്ട് ഫ്ലവർ ഒഴുകുക. ഈ പൂവിന്റെ ഭംഗി നോക്കിയോ, എന്ത് രസമാണ്. എല്ലാം വെടിച്ചില്ല. ഇതും ഒക്കെ അല്ലേ എല്ലാം. ഇങ്ങോട്ട് നോക്ക്, അടുത്തത് ഓരോന്നോരോന്ന് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. ഇവിടെ കണ്ടോ, അവിടെ അതുപോലെ തന്നെ. ഇവിടെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ മറ്റേ മൈസൂരൊക്കെ പോലെയല്ലേ നിൽക്കുന്നുണ്ട്. ഇവിടോട്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ഊഞ്ഞാലാടാം. മാത്രമല്ല ശരിക്കും കുറച്ച് സമയത്തേക്ക് ഒന്ന് മൈൻഡ് ക്ലിയർ ആവുന്നതിനകത്ത് ഈ ഫ്ലവർ ഒക്കെ ഒന്ന് കണ്ടിട്ട് നല്ല സന്തോഷമായിട്ട് അകത്ത് പോയി AC-ലുള്ള സാധനങ്ങൾ കാണാം. ഇവിടുത്തെ ഇവിടെ സ്റ്റാർ പോലെ ചെയ്തിട്ടുണ്ട്. ആ സ്റ്റാറും അടിപൊളിയാണ്. എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ ഒരു വലിയ സെറ്റപ്പിന് എന്നല്ല, പക്ഷെ കണ്ടുപോകാനും ഫോട്ടോയും റീലും എടുക്കാനുള്ള അടിപൊളി സംഭവങ്ങളൊക്കെ ശരിക്കും നല്ല വൃത്തിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അവര്. ഒറിജിനൽ ആ ഫ്ലവറിന്റെ എല്ലാം വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കാണാൻ പോകുന്നത് കുറച്ച് കച്ചവടങ്ങളൊക്കെ കാണാം. ഫസ്റ്റ് കേറി വരുമ്പോൾ തന്നെ വീട്ടാവശ്യമുള്ള ഫർണിച്ചറുകൾ, അതും പല ഓഫറുകളുണ്ട്. ആ ഓഫർ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അങ്ങനെ പല രീതിയിലുള്ള കുറേ അങ്ങനെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല കച്ചവടക്കാരെന്ന് പറയുന്നത് എല്ലാവർക്കും നമുക്ക് നമ്മുടെ വീട്ടാവശ്യമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങൾ പത്തനംതിട്ട ഉള്ളവർക്ക് വന്നു കഴിഞ്ഞാൽ ശരിക്കും എല്ലാ സാധനങ്ങളും ഉണ്ട്. ലൈറ്റ്, ഗ്യാസ് സ്റ്റൗ, അതുപോലെ വീടിന് എന്തൊക്കെ വേണ്ട അങ്ങനെയുള്ള സാധനങ്ങൾ ഓഫറുകളുണ്ട്. ആ ഓഫറൊക്കെ നിങ്ങൾക്ക് ഇവിടെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കി വാങ്ങിക്കാൻ പറ്റും. വീട്ടിലോട്ട് വേണ്ട എല്ലാ സാധനങ്ങളും, കാർപ്പറ്റിന്റെ പല വെറൈറ്റി ആണുള്ളത്. ഇത് എല്ലാം കണ്ടോ, തൂക്കാനായാലും എല്ലാ സാധനങ്ങളും ഇതേപോലെ തൂക്കാനായിട്ടുള്ള എത്ര ഹൈറ്റിൽ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള സാധനങ്ങളുണ്ട്. പിന്നെ നമ്മുടെ ഉപയോഗിക്കേണ്ട വീട്ടിൽ എന്തൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഓരോരോ ഐറ്റങ്ങളും സെലക്ട് ചെയ്ത് വാങ്ങിക്കാൻ പറ്റും. അലുവകളുടെ വെറൈറ്റിയാണ്. കോഴിക്കോട് അലുവയുടെ പല വെറൈറ്റികളാണ്. കളറുകളൊക്കെ കാണാൻ നല്ല രസമാണ്. അതുപോലെ തന്നെ എന്ത് സാധനവും നമുക്ക് കുട്ടികൾക്കാരും മുതിർന്നവർക്കാരും കഴിക്കാനുള്ള എല്ലാം ഉണ്ട്. പുസ്തകങ്ങൾ ഇഷ്ടം പോലെ സെലക്ട് ചെയ്യാനായിട്ടുള്ള 2 കൗണ്ടർ അവിടം വരെ ഉണ്ട്. ഇഷ്ടം പോലെ പുസ്തകങ്ങളുണ്ട്. പിന്നെ അച്ചാറുകളുടെ ഒക്കെ വെറൈറ്റി, അച്ചാറുകൾ കുറേ വെറൈറ്റി ഉണ്ട്. കുറേ വെറൈറ്റി അച്ചാറുകളുണ്ട്. എല്ലാ സാധനവും ഉണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കുമായിട്ടുള്ള എല്ലാ ഐറ്റങ്ങളും എല്ലാ വെറൈറ്റി ഉണ്ട്. ഇവിടെ വീട്ടാവശ്യമുള്ള കത്തികൾ ഏത് ടൈപ്പ് ആയാലും അതിന്റെ എല്ലാ വെറൈറ്റി, കത്താളായാലും വെട്ടോത്തി എന്ന് പറയുന്ന വെട്ടോത്തി ആയാലും കത്തികളായാലും അതിനെല്ലാ വെറൈറ്റി ഉണ്ട്. പലതരം പേനകളല്ലേ കുട്ടികൾക്ക് ഏത് ടൈപ്പ്, കൊടയാണെങ്കിൽ കൊട, അതല്ലെങ്കിൽ എന്ത് ടൈപ്പ് സൈസ് പേന, കത്തി, വാള്, തോക്ക്, ഏത് സൈസ് ആണെങ്കിലും കുട്ടികൾക്ക് വേണ്ട ടൈപ്പ് പേനകൾ
ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വിത്തുകൾ എല്ലാ ടൈപ്പ് വിത്തുകളും ഉണ്ട്. കാരണം ഇനിയിപ്പം അടുത്ത മഴക്കാലം വരുന്നത് ശരിക്കും. അപ്പൊ വിത്തുകൾ എല്ലാ ടൈപ്പ് വിത്തുകളും ഉണ്ട് ഇതിനകത്ത്. ഫ്ലവറിന്റെ ഉണ്ട്, ഓർക്കിഡിന്റെ ടൈപ്പുകളെല്ലാം ഉണ്ട്. അതുപോലെ ചെടിയായിട്ടും ഉണ്ട്, വിത്തുമായിട്ടുണ്ട്. ജീവനോടെ ഇരിക്കണം. അതെ തന്നെ, ചെടിയായിട്ടും അതുപോലെ വിത്തായിട്ടും ഇങ്ങനെ വരുമ്പോ എല്ലാ ടൈപ്പ് ഐസ്ക്രീമും ഉണ്ട്, എല്ലാ ടൈപ്പും ഉണ്ട്. വീട്ടിലോട്ട് വേണ്ട ഐറ്റംസ് ഗ്ലാസുകളായാലും ചെറിയ പാത്രങ്ങളായാലും എല്ലാം ഭരണികൾ, പല ടൈപ്പ് ഭരണി എല്ലാം ഉണ്ട്. എല്ലാം കഴിഞ്ഞ് വരുമ്പോ ഇവിടെ എല്ലാ വെറൈറ്റി ഉണ്ട്. ഇവിടെ കുലിക്കയുടെ ഇതും കഴിഞ്ഞിട്ട് വെറൈറ്റിയും കഴിഞ്ഞ് നമുക്ക് കുടിച്ച് വെളിയിലോട്ട് ഇറങ്ങി ചെടികളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണാം, എല്ലാം കാണാം. സമയത്തൊക്കെ ഇവിടെ വന്നിട്ട് ഇതുപോലുള്ള വിനോദങ്ങളിലൊക്കെ ഇങ്ങനെ പങ്കെടുക്കാം. മറ്റേ ബോളൊക്കെ ഇടുന്നല്ലേ, അന്നേരം തന്നെ സമ്മാനങ്ങൾ കിട്ടും. വെക്കേഷൻ ആണ്, കുട്ടികൾക്കൊക്കെ അടിച്ചു മറിയാനായിട്ട് നല്ല സെറ്റപ്പ് സാധനം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ചൂടത്ത് കുഞ്ഞുങ്ങൾക്കൊക്കെ ഇതുപോലെ ഇങ്ങനെ ചവിട്ടി ഒന്നിച്ച് ബോട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഫ്ലവർ ഷോ എന്ന് പറയുമ്പം ഷോ കണ്ടു, പക്ഷെ വാങ്ങിക്കാനായിട്ട് എല്ലാ ടൈപ്പ് ചെടികളും ഇവിടെ ഉണ്ട്. എല്ലാ ടൈപ്പ് ചെടികളുണ്ട്. ഇതിനകത്ത് പൂക്കളുണ്ട്, ഇതിനകത്തെല്ലാം പൂക്കളുണ്ട്. ഇഷ്ടമുള്ളതെല്ലാം സെലക്ട് ചെയ്ത് വാങ്ങിക്കാൻ പറ്റും. കുറേ ഉണ്ട്. പിന്നെ മാവുകളായാലും പ്ലാവുകളായാലും അങ്ങനെയുള്ള വെറൈറ്റി കുറേ ഉണ്ട്. അങ്ങനെയുണ്ട്. അങ്ങനെ ഇപ്പൊ അത്യാവശ്യം നമുക്ക് വീട്ടാവശ്യത്തിനുള്ള ചെടികളെല്ലാം ഇവിടെ ഉണ്ട്. തന്നെ കണ്ടിറങ്ങിയവരോട് ചോദിക്കാം, എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഷോ? വളരെ നന്നായിരിക്കുന്നു. ഫ്ലവർ ഷോ എങ്ങനെയുണ്ട്? ഫ്ലവർ ഷോ നന്നായിരിക്കുന്നു. കൂടുതൽ വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. അത് മാത്രമല്ല ശരിക്കും ഈ വെള്ളമില്ലാത്ത സമയത്ത് അത് സംരക്ഷിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല, വളരെ പ്രയത്നമുള്ള ഒരു കാര്യം തന്നെ. പിന്നെ അകത്തോട്ട് ചൂടായതുകൊണ്ട് AC അകത്തോട്ട് കയറിയാലും കുഴപ്പമില്ല. ഒരു മണിക്കൂർ 1.5 മണിക്കൂർ സുഖമായിട്ട് 2 മണിക്കൂർ സുഖമായിട്ട് കറങ്ങി സമയം പോവുകയും ചെയ്യും. 2 മണിക്കൂർ സാധനങ്ങളൊക്കെ കാണുകയും ചെയ്യാം. നന്നായിട്ട് വാങ്ങിക്കാനുള്ളവർക്ക് വാങ്ങിക്കുകയും ചെയ്യാം, എല്ലാം ചെയ്യാം. എങ്ങനെയുണ്ട്? സൂപ്പർ. ഫ്ലവർ സെറ്റ് ഒക്കെ എങ്ങനെയുണ്ട്? അടിപൊളി. ഏകദേശം അകത്തുള്ള എല്ലാം ഇഷ്ടപ്പെട്ടു. എല്ലാം അവര് വെറൈറ്റി ഐറ്റംസ് കൊണ്ട് അതിന് അറേഞ്ച്മെന്റ് ഒത്തിരി നല്ലതായിരിക്കുന്നു. എല്ലാം നല്ല ഇതായിരിക്കുന്നു. പിന്നെ ആദ്യം ബുദ്ധിമുട്ടുണ്ടാകത്തില്ല, AC ആയതുകൊണ്ട് 1 മണിക്കൂറൊക്കെ എൻജോയ് ചെയ്ത് നല്ലതായിട്ട് വരാൻ പറ്റും. പ്ലാവൊക്കെ മറ്റേ ചക്ക ഉണ്ടായി നിൽക്കട്ടെ. ആയൂർ ജാക്ക് എന്ന് പറഞ്ഞ പ്ലാവാണിത്. ഇതിനകത്ത് ചക്ക ഉണ്ടായി നിൽപ്പുണ്ട്. ഇതിന്റെ തൈകളെല്ലാം ഇവിടെ ഉണ്ട്. മാവിന്റെ കുറെ വെറൈറ്റികളൊക്കെ ഉണ്ട് ഇവിടെ. എല്ലാ സംഭവം തെങ്ങുണ്ട്, മാവുണ്ട്, എല്ലാ വെറൈറ്റിയും കളക്ട് ചെയ്യാം. ആയൂർ ജാക്കിന്റെ ഇതുണ്ട്, ഇതുപോലെ ചുളയുള്ള ഒത്തിരി വെറൈറ്റി ഉണ്ട് ഇവിടെ. ഒരുപാട് വെറൈറ്റി ഉണ്ടല്ലേ മാവിന്റെ വെറൈറ്റി. കിലോയ്ക്ക് 1000 രൂപ കൂടുതൽ വിലയുള്ള മാവിന്റെ തൈ വരെയുണ്ട്. ഫോട്ടോ എല്ലാം ഉണ്ട്. മാത്രമല്ല അതിന്റെ ബഡ് തൈകളാണ്, പെട്ടെന്ന് കായ്ക്കുകയും ചെയ്യും. കണ്ടിറങ്ങിയ ഒരു ചേട്ടനുണ്ട്. പേര് ലിനു വർഗീസ്. എങ്ങനെയുണ്ട് നമ്മുടെ ഷോ? അടിപൊളി ഷോ. ഈ ജീവനുള്ള പൂവ് എല്ലാ സാധനങ്ങളും. പേരെന്തുവാ? ഇതാണ് ഇന്ദ്രപ്രസ്ഥ ഗ്രൗണ്ട്, അഴൂര്, പത്തനംതിട്ട. അഴൂർ എന്ന് പറഞ്ഞ ഇന്ദ്രപ്രസ്ഥ ഗ്രൗണ്ടിലാണ് ഓപ്പോസിറ്റ്. അതെ തന്നെ ഈ ഷോ നടക്കുന്നത്. എങ്ങനെയുണ്ട് ഷോ? എങ്ങനെയുണ്ട്? അടിപൊളി ഷോ. എങ്ങനെയുണ്ട് നമ്മുടെ ഈ ചൂട് കാലത്ത് അകത്ത് കയറിയാൽ എങ്ങനെയുണ്ട്? നല്ല കൂളിംഗ് ആണ്. മോനെ എങ്ങനെയുണ്ട് മോനെ? സൂപ്പർ ഷോയെ. അകത്തെ എല്ലാം നല്ല സ്റ്റാളുകളും എല്ലാവരും നല്ല കസ്റ്റമേഴ്സിനെ നല്ലതായിട്ട് ചെയ്യുന്നവരാ ശരിക്കും. പിന്നെ നല്ലൊരു ഷോയാണ്. പലതരം പൂക്കളുണ്ട് ഇവിടെ, പലതരം ഗെയിമുകളുണ്ട്, കുട്ടികൾക്ക് കളിക്കാനുണ്ട്, പിന്നെ ഹൗസ് റൈഡിംഗ് ഉണ്ട്. എല്ലാം കൊണ്ട് സൂപ്പറാണ്. കുതിരയും കുഞ്ഞുങ്ങളെയൊക്കെ നേരിട്ട് കാണാം.